ജിയോഫോട്ടോക്കിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മൾ തമ്മിൽ കണ്ട പോലെ തന്നെ യൂട്യൂബ് കുറച്ച് സ്ട്രിക്റ്റ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, യൂട്യൂബിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ വരാൻ പോവാണ്. ജൂലൈ 15 മുതൽ യൂട്യൂബ് കുറേ രീതിയിൽ നമ്മുടെ ചാനലിൻ്റെ അകത്ത് ഒരുപാട് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും മോണിറ്റൈസേഷൻ പോളിസിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന വീഡിയോ ഇതല്ല. അപ്പോൾ ഇനി അങ്ങോട്ട് നിങ്ങളുടെ ചാനലിനകത്ത് നിങ്ങൾക്ക് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മൾ എല്ലാ ടൈപ്പ് വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ് ചാനലിനകത്ത്, അല്ലേ? ഒരുപാട് ടൈപ്പ് വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഏത് ടൈപ്പ് വീഡിയോ പോകുന്ന ആൾക്കാരാണ് നമ്മൾ ലൈവ് പോകാറുണ്ട്. ലൈവ് പോകുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ കുട്ടികളുണ്ട്, അല്ലേ? പിന്നെ പണ്ടൊക്കെ ആണെങ്കിൽ ഈ കൊറോണേൻ്റെ സമയത്തൊക്കെ ഒരുപാട് പേര് ഈ ഒരു യൂട്യൂബ് ചാനൽ, അതായത് യൂട്യൂബ് ചാനലല്ല, നമ്മൾ കൊറോണ സമയത്ത് കുട്ടികളൊക്കെ വീട്ടിലിരുന്നാണ് പഠിച്ചത്. ഓൺലൈൻ സ്റ്റഡി ആയിരുന്നു, അല്ലേ? അവർക്ക് സ്കൂളിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ആ സമയത്തൊക്കെ ഒരുപാട് പേര് ചാനലൊക്കെ ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. അതും കുട്ടികളുടെ പേരിലാണ് ആ ഒരു മെയിൽ ഐ ഡി കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. ആ ഒരു സമയത്താണ് യൂട്യൂബിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞതും വീട്ടിലുള്ള ആൾക്കാരെക്കാളും കൂടുതലായിട്ട് കുട്ടികൾ ഈ ഫോണുമായിട്ട് ഇൻവോൾവ് ആയിട്ട് യൂട്യൂബിനെ കുറിച്ച് അറിഞ്ഞതും അതിൻ്റെ അകത്ത് കുട്ടികൾ തന്നെ ചാനൽ ക്രിയേറ്റ് ആക്കി വീഡിയോ ചെയ്യാൻ തുടങ്ങിയതൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാൻ പറയാൻ വന്നതില്ല, നമ്മുടെ ലൈവിൻ്റെ കുട്ടികളുടെ പ്രായപരിധി എന്ന് പറയുന്നത് 13 വയസ്സായിരുന്നു. ലൈവ് ആയാലും യൂട്യൂബിൻ്റെ അകത്ത് ഒരു കുട്ടിക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, വീഡിയോ ആയാലും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മിനിമം പ്രായപരിധി എന്ന് പറയുന്നത് 13 വയസ്സായിരുന്നു. പക്ഷേ ഈ ഒരു ജൂലൈ മുതൽ നമ്മുടെ കുട്ടികളുടെ പ്രായപരിധി എന്നുള്ളത് 13 നിന്ന് 16 വയസ്സാക്കി മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി മുതൽ അങ്ങോട്ട് 16 വയസ്സിന് മേലെയുള്ള കുട്ടികൾക്ക് മാത്രമേ ലൈവിൻ്റെ അകത്ത് കുത്തിയിരുന്നിട്ട് ലൈവ് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം 13 വയസ്സിന് താഴോട്ടുള്ള കുട്ടികൾ ലൈവ് പോയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിരുന്നു. ഒരുപാട് ചാനൽ ടെർമിനേഷനും പിന്നെ അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസും കാര്യങ്ങളും ഒരുപാട് പ്രശ്നമുണ്ടായിരുന്നു ഒറ്റയ്ക്ക് കുത്തിരുന്നിട്ട്. അതായത് ഇനി നിങ്ങൾക്ക് ലൈവ് പോകണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ പോളിസി അനുസരിച്ച് ഇനി നിങ്ങൾക്ക് ലൈവ് പോകണമെന്നുണ്ടെങ്കിൽ 16 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് മാത്രമേ നേരിട്ട് ലൈവ് പോകാവുള്ളൂ. 16 വയസ്സിന് താഴോട്ടുള്ള ഒരു കുട്ടിക്ക് ലൈവ് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളൊരു അഡൽട്ട് ആയിട്ടുള്ള ഒരാൾ, അതായത് മുതിർന്ന ഒരാൾ കൂടെ ഇരുന്നിട്ട് വേണം ലൈവ് പോകാൻ വേണ്ടി. അങ്ങനെയാണ് ഇപ്പോൾ പുതിയ പോളിസി പറയുന്നത്. പക്ഷേ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിപ്പോൾ 16 വയസ്സിന് മേലുള്ള കുട്ടികൾക്ക് ലൈവ് പോകാൻ നമ്മൾ പറയുന്നു. അപ്പം നമുക്കൊരിക്കലും നമ്മുടെ മുഖത്ത് ഡേറ്റ് ഓഫ് ബർത്ത് എഴുതി വെച്ച് ഇവിടെ ഇരിക്കാനാവില്ല, അല്ലേ? അതായത് ഒരു കുട്ടി ലൈവ് പോകുന്ന സമയത്ത് നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത്, അല്ലെങ്കിൽ വീഡിയോ ചെയ്യുന്ന സമയത്ത്, ഒറ്റയ്ക്ക് ഒരു വീഡിയോ ചെയ്യുന്ന സമയത്താണെങ്കിലും ലൈവ് പോകുന്ന സമയത്താണെങ്കിലും നമുക്ക് നമ്മുടെ നെറ്റിയിൽ നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് എനിക്ക് 16 വയസ്സ് കഴിഞ്ഞു എന്ന് പറയാൻ പറ്റത്തില്ല. അത് നമ്മുടെ ആ ഒരു രൂപത്തിലും ഭാവത്തിലൊക്കെയാണ് നമ്മൾ 16 വയസ്സ് കഴിഞ്ഞ കുട്ടിയാണ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവും. അതേപോലെ തന്നെയാണ് യൂട്യൂബിൻ്റെ കാര്യത്തിലും. 16 വയസ്സിന് മേലോട്ടുള്ള കുട്ടികളാണെങ്കിൽ തന്നെ അത് ചിലപ്പോൾ നമുക്ക് അത് പ്രായം കുറഞ്ഞ് കാണിക്കുന്ന കുട്ടികളാണെങ്കിൽ അതും പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? 16 വയസ്സായി എന്ന് വിചാരിച്ച് ചാടിക്കയറി ലൈവ് ചെയ്യാനോ ഒറ്റയ്ക്ക് വീഡിയോ ചെയ്യാനോ കാര്യങ്ങളോ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നമ്മുടെ യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ 16 വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടിയാണെങ്കിൽ തന്നെ ഒരു മുതിർന്ന ഒരാൾ കൂടെ ഇരുന്നിട്ട് മാത്രമേ ലൈവ് പോകാവുള്ളൂ. പക്ഷേ എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത്, എൻ്റെ അഭിപ്രായത്തിൽ പറയുന്നത്, കുട്ടികളെ വെച്ചിട്ട് പരമാവധി ലൈവ് പോകരുത്. ഈ ലൈവ് പോകുന്ന സമയത്ത് ഇങ്ങനെ പ്രശ്നം വരുന്നതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ, മെയിനായിട്ട് യൂട്യൂബ് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ചൈൽഡ് എന്താ പറയുക, സേഫ്റ്റി പോളിസി, ഒരുപാട് പോളിസീസ് ഉണ്ട്. നമ്മൾ വലിയൊരാൾക്ക് എന്തൊക്കെ നമ്മളിപ്പോൾ തുണി വെച്ച് വീഡിയോ ചെയ്താലും വലിയൊരു വിഷയമായിട്ട് നമ്മൾ യൂട്യൂബിനകത്തില്ല, ഒരു പരിധി ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ കുട്ടികൾ ഒരു ചെറിയ രീതിയിലുള്ള ഡ്രസ്സ് ഇടാതെ വീഡിയോ ചെയ്താലോ, അല്ലെങ്കിൽ കുട്ടികൾ ചെറുതായിട്ട് ലൈവിൻ്റെ അകത്ത് ചെറുതായിട്ടൊന്ന് കരഞ്ഞാലോ, ഒന്ന് സൗണ്ട് ഒച്ചയിലുണ്ടാക്കിയാലോ ഒക്കെ നമ്മുടെ ചാനലിനകത്ത് സ്ട്രൈക്കും കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ്, ചാനൽ റിമൂവലും കാര്യങ്ങളൊക്കെ ഒരുപാട് പ്രശ്നങ്ങളാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ യൂട്യൂബ് അതുപോലെ ശ്രദ്ധ കൊടുക്കുന്നതുകൊണ്ടാണ് യൂട്യൂബ് ഓരോ അപ്ഡേഷൻ നടക്കുന്ന സമയത്തും കുട്ടികളെ സേഫ് ആക്കി വെക്കാൻ വേണ്ടി, കുട്ടികൾക്കെതിരെ കമൻറ്റുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഷോർട്ട് വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് കാണാം, നമ്മുടെ ചാനൽ ഷോർട്ട് ചെയ്യുമ്പോൾ കാണാം ഒരുപാട് രീതിയിലുള്ള കമൻറ്റ് ഓഫ് കാണിക്കുന്നുണ്ട്, അല്ലേ? നല്ല കണ്ടന്റ്, നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് കണ്ടന്റ് എല്ലാം ക്രിയേറ്റ് ആക്കി വരുമ്പോൾ കമന്റ് ഓഫ് കാണിക്കും. ആ കമന്റ് ഓഫ് ആയ വീഡിയോയ്ക്കാണ് തീരെ യൂട്യൂബിന് റെക്കമെൻഡേഷൻ ഉണ്ടാവില്ല, ആ വീഡിയോ തീരെ കയറത്തുമില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നമുണ്ട്. അതേപോലെ തന്നെയാണ് ഇനി അങ്ങോട്ട് ലൈവിൻ്റെ അകത്ത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ചെറിയ കുട്ടികളെ വെച്ച് ലൈവ് പോയി കഴിഞ്ഞാൽ ചാനൽ അടക്കം ടെർമിനേറ്റ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് വരും. 3 സ്ട്രൈക്ക് വന്ന ചാനൽ പോകുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഈ വീഡിയോ എനിക്ക് വന്ന കുറേ പേരൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഞാൻ നമ്മുടെ ചാനൽ അത് ചെയ്തിട്ടില്ല. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്ന ആൾക്കാർക്കൊരു ബോധവൽക്കരണം എന്ന രീതിയിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തത്. നിർബന്ധമായിട്ടും ഇനി കുട്ടികളുടെ കൂട്ടത്തിൽ നിങ്ങളും കൂടി ഇരുന്നിട്ടേ ലൈവ് പോകാവുള്ളൂ. പരമാവധി പറ്റുമെന്നുണ്ടെങ്കിൽ കുട്ടികളെ കൂട്ടിയിട്ട് ലൈവ് പോകാതിരിക്കുക. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു, ഇപ്പോൾ ജൂലൈ 15 മുതൽ എന്തൊക്കെ ഒരുപാട് സംഭവം, ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് രീതിയിലുള്ള റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് നമ്മളത് എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ, എത്ര ടെക്കുകാർ എന്തൊക്കെ തരത്തിലുള്ള വീഡിയോ ചെയ്തു കഴിഞ്ഞാലും ഒരുപാട് ചാനലുകൾ, യൂട്യൂബ് ചാനൽ അല്ലാതെ തന്നെ ഒരുപാട്
എന്താ പറയുക ഏഷ്യ ന്യൂസൊക്കെ പോലത്തെ ചാനലുകളിലൊക്കെ ഇതിൻ്റെയൊക്കെ ഇത് വരുന്നുണ്ട് കാര്യങ്ങൾ. പക്ഷെ അതൊന്നുമല്ല, ഇതൊക്കെ ശരിക്ക് ഇതിൻ്റെ ആ ഒരു എഫക്റ്റ് റെഡിക്കുള്ള കറക്റ്റ് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ജൂലൈ 15 കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരുപാട് മോണിറ്റൈസേഷൻ വർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള വർക്ക് വരുമ്പോഴാണ് നമുക്ക് ഇതിനെക്കുറിച്ച് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഇപ്പം നമ്മൾ ഈ പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്കറിയത്തുള്ളൂ. ഇനി അങ്ങോട്ട് ഇത് കറക്റ്റായിട്ട് ഇത് പ്രാബല്യത്തിൽ വന്നു കഴിയുമ്പോൾ മാത്രമേ ഏതൊക്കെ രീതിയിലുള്ള ചാനലുകളാണ് മോണിറ്റൈസേഷൻ ആകുന്നത്, എന്തൊക്കെ പ്രശ്നങ്ങൾ ഇതിൻ്റെ അകത്ത് വരാൻ പോകുന്നത്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് വർക്ക് നമുക്ക് ചാനൽ ചെക്കിങ്ങും മോണിറ്റൈസേഷൻ വർക്കൊക്കെ ആയിട്ട് നമ്മുടെ ചാനലിനകത്ത് വരും. ആൻസൻസ് പ്രോബ്ലംസ് കാര്യങ്ങൾ പരിഹരിക്കൽ ഇങ്ങനത്തെ ഒരുപാട് വർക്ക് വരുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തരുടെ ചാനൽ ചെക്ക് ചെയ്ത് ഇപ്പം ഒരുപാട് പേരാണ് നമ്മളോട് ചാനൽ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്. ജിജോ ഒന്ന് ചാനൽ ചെക്ക് ചെയ്ത് നോക്കുക, എനിക്ക് ഇങ്ങനത്തെ പ്രശ്നമുണ്ടോ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് ചാനലുകളിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും കാര്യങ്ങളും കാണുന്നുണ്ട്. അപ്പം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾ എന്ത് ചെയ്യണം, ഡിലീറ്റ് ആക്കണം, ഇങ്ങനത്തെ എഡിറ്റ് ചെയ്ത് മാറ്റണം, തമ്പനയിൽ പ്രശ്നങ്ങളുണ്ട്, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്, ഇതൊക്കെ എഡിറ്റ് ചെയ്ത് ക്ലിയർ ആക്കി വെക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ടെങ്കിലും പരമാവധി കുട്ടികളെ വെച്ചിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി പോകാൻ പറ്റുമെന്ന് നോക്കുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം. ബൈ.